ഹായ് ഫ്രണ്ട്സ്, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ഗീ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ അയമോദകം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നുറുക്ക് നന്നായി ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇപ്പോൾ എല്ലാതും നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. മാവ് ഇപ്പോൾ നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലായി മാവ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് റോൾ ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കുക്കിംഗ് കട്ടർ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂടി വെച്ചോ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ടിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ മാവും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാ മാവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. തിരിച്ചു മറിച്ചു വിട്ട് ചെറുതായി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇത്രയും ഫ്രൈ ആയാൽ മതിയാകും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ നുറുക്കെല്ലാം അതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നുറുക്ക് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ നുറുക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്